വേറെ QR കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് ആ QR കോഡ് കാണിക്കുന്നു, അതിലോട്ട് പൈസ മാറ്റുന്നു. ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടാണ് ഈ ബിസിനസ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗർഭിണിയതിന് ശേഷം സ്വാഭാവികമായിട്ടും ഗർഭിണികൾക്കുണ്ടാകുന്ന ആദ്യത്തെ ഒരു സിക്നസ് ഉണ്ട് ആദ്യത്തെ പീരീഡിൽ. അപ്പോൾ ആദ്യത്തെ ഒരു 5 മാസം ആശുപത്രി വീടുമായിട്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് ഇവരുടെ ഹസ്ബൻഡാണെങ്കിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ് IT-ൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഓഡിറ്റർ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും, ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി വിട്ടുപോകുന്നു. അത് കഴിഞ്ഞ് രാത്രി ഇവർ വിളിച്ച് ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ഇട്ടു ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത്, എൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പ് നടത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിനെ അറിയിക്കണമെന്ന്. അപ്പോൾ ഇവിടെ വിചാരിച്ചു അധികം പേരൊന്നും അയക്കില്ലായിരിക്കും, കാരണം അങ്ങനെ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഇങ്ങനെ മെസ്സേജ് ഇടുന്നു, ഞാൻ ഇത്രാം തീയതി വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിന് അപകടം പിടിയിട്ട് ഇവർ ഈ 3 കുട്ടികളും അതിൽ 2 പേര് കല്യാണം കഴിച്ചവരാണ്. അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ലാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരിന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചിട്ട് പറഞ്ഞു, ദയവ് ഇതിന് റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം പോകും. അപ്പോൾ ഇവർ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെയൊക്കെ വിളിച്ചു വരുത്തി. അപ്പോൾ ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ലാറ്റിൻ്റെ താഴെ അസോസിയേഷൻ്റെ ഹാളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവർ കുറച്ച് പറഞ്ഞു, ഷുമാർ ഇങ്ങനെ ഞങ്ങൾക്കൊരു അസൗകര്യമുണ്ട്, ഇവിടെ നിങ്ങൾ പോകണം. ഇതെല്ലാം അവിടുത്തെ ഫ്ലാറ്റിൽ CCTV ഉണ്ട്, പോലീസ് വന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ കുറേ കഴിഞ്ഞ് ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷായിട്ട് കൊണ്ടുവരുന്നു. ഇതിൻ്റെ എല്ലാം തെളിവുകൊണ്ട് ഞങ്ങളെല്ലാവരും ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഈ പൈസ തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പറ്റില്ല, ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോലെ ഇവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇതുൾപ്പെടെ വീഡിയോയ്ക്കകത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോ എൻ്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഈ ഭീഷണി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു അപകടമുണ്ട്. അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയായിട്ടും ശ്രീ സ്റ്റുവർട്ട് ഗില്ലർ, ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു, അതിന് പുറമെ ഒരു ഭീഷണിയും നടന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി, നിങ്ങൾക്ക് മ്യൂസിയം സ്റ്റേഷനോട്ട് ഈ പരാതി അയക്കുന്നത്. ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന് അടുത്ത ദിവസം ഇവർ ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു. ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത സംഘത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു. അപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇരിക്കുന്ന ഇലക്ട്രോണിക് വീഡിയോസ്, മറ്റ് തെളിവുകളെല്ലാം ഞങ്ങളവിടെ കൊടുക്കുന്നു.